അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരെ പോലെ ഞാനും കുറച്ച് ബിസിയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടാൻ ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും, ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. എനിവേ നമ്മൾ പുൽക്കൂടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് പുൽക്കൂടിനകത്ത് വെക്കുന്ന ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മുടെ വീട് പണിയുടെ സമയത്ത് അതെല്ലാം പോയായിരുന്നു കേട്ടോ. അപ്പം വീട് പണിയുടെ സമയത്ത് അത് പുറത്താണ് കിടന്നത്. കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുപോലെ പുറത്ത് കിടന്ന സാധനമായിരുന്നു. പിന്നെ വെള്ളം പൊങ്ങുന്ന ആ സമയങ്ങളിലെല്ലാം ഇത് ആ വെള്ളത്തിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഒരു കൂടിനകത്ത് ഭദ്രമായിരുന്നു, പക്ഷെ ഇത് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ മിറ്റടിച്ച് വന്നപ്പോഴത്തേനാണ് ആ സാധനം നമുക്ക് കിട്ടിയത് കേട്ടോ. എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയണ്ടായിരിക്കുമല്ലോ. അപ്പം ആ സംഭവം എന്നാ പറയുക, ഞാൻ നന്നായിട്ട് കഴുകി കേട്ടോ. എൻ്റെ ഒരുപാട് നേരത്തെ ഒരു എന്താ പറയുന്നത്, ഒരു കഷ്ടപ്പാടായിരുന്നേ. ആ സാധനമെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി. നമ്മുടെ ഉണ്ണീശോ ഉൾപ്പെടെ ഭയങ്കര ചെളി പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു. ചെളി പിടിച്ചത് മാത്രമല്ല, നമ്മളത് കഴുകി കഴിയുമ്പോഴത്തേനും അത് പൊളിഞ്ഞു പോരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം മുഴുവനും ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ട് പിന്നെ ഞാനത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉണക്കിയ സാധനം ഞാനൊരു വെള്ള പെയിൻറ്റിൽ ഒന്ന് മുക്കി പൊക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പനിയൊക്കെ പിടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അതായത് ഉണ്ടോ, ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഞാനിത് വെള്ള പൂശി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ട്, ഇവർ ആരൊക്കെയാണെന്നൊന്ന് കളർ അടിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഉണ്ണീശോ ഉൾപ്പെടെ നമ്മൾ കളർ അടിക്കാൻ വേണ്ടി കിടക്കുവാണ്. ഇതാ നമ്മുടെ ഉണ്ണീശോ. ഇതായിരുന്നു എന്താ പറയുന്നത്, ഞാൻ ആ പെയിൻ്റൊക്കെ കളഞ്ഞപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഞാനതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് എടുത്തിരിക്കുന്ന കേട്ടോ. ഇനി ഇവർക്ക് എല്ലാവർക്കും കളർ അടിച്ചാലും ഉള്ളൂ ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കളർ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി കുറച്ച് ആൾക്കാരും കൂടെ കളർ അടിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കളർ അടിച്ച് നമ്മളെല്ലാവരെയും സുന്ദരക്കുട്ടന്മാരാക്കി വെക്കുന്ന വീഡിയോ ആണ് ആദ്യം വരുന്നത്. അത് നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോസിൻ്റെ എന്താ പറയുന്നത്, ഒരു പാർട്ട് 1 ആയിട്ട് നിങ്ങളങ്ങ് കൂട്ടിക്കോണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇത് കളർ അടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു വീഡിയോ ആണ് ഇത്. വേറൊന്നുമല്ല, നമ്മളിതുപോലെ പുൽക്കൂട്ടിൽ വെക്കുന്ന ഉണ്ണീശോ ഉൾപ്പെടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് തെറ്റാണല്ലേ, ഉണ്ണീശോ ഉൾപ്പെടെയുള്ള ദൈവങ്ങൾ നമ്മുടെ മാതാവുണ്ട് ആ കൂടെ, പിന്നെ ഔസപിതാവുണ്ട്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരെല്ലാവരും നമ്മൾ ചിലപ്പം ഇച്ചിരി ഒന്ന് പഴകി കഴിയുമ്പോൾ നമ്മൾ കളയുമായിരിക്കും. ഇനി അതല്ല കുറച്ച് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് കളയുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ക്ലേ കൊണ്ട് ഒട്ടിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുന്നത്, ജനറൽ സ്റ്റോഴ്സിലൊക്കെ കിട്ടുമല്ലോ ഈ ക്ലേ ഇല്ലേ, അങ്ങനത്തെ ക്ലേ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ MC-യിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അത് കളർ കൊടുത്താൽ മതി. ഇനി അതല്ല പെയിൻറ്റ് പോയി, അല്ലെങ്കിൽ ഒരുപാട് പഴയതായി, പുറത്ത് ഇട്ടിരുന്നതാണ്, മഴ പെയ്ത് അതുപോലെ അങ്ങനെയൊക്കെ പറയുന്നവർക്കാണെങ്കിൽ ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മുടെ അക്രിലിക് പെയിൻ്റ് ഇല്ലേ, അത് 180 രൂപയാണെന്ന് തോന്നുന്നു, 180 രൂപയുടെ. അത് വാങ്ങിച്ച് ഫുള്ള് അങ്ങോട്ട് അടിച്ചോളുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരെ കളറും ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇതാ അക്രിലിക് പെയിൻറ്റ് നമ്മുടെ അടുത്തുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 180 രൂപയോ മറ്റോ ആണ് കേട്ടോ അതിൻ്റെ വില എന്ന് പറയുന്നത്. 180 250 അത്രയും രൂപയില്ല, എന്തായാലും 200 സംതിങ് ആണ്. പക്ഷേ ഓക്കെ, അതും പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിന് 150 രൂപയാണ്. പക്ഷേ മീഷോയിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് 130 അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര പേസ്റ്റൽ കളറുകൾ, അതായത് എന്താ പറയുന്നത്, ഭയങ്കര ലൈറ്റായിട്ടുള്ള കുറച്ച് കളറുകളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ഡാർക്കനായിട്ടുള്ള കളർ. ഇതിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ ഈ ഒരു രൂപമാണ് കേട്ടോ എടുക്കുന്നത്. ഇതെന്തായാലും നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കാം കേട്ടോ. ബ്രഷ് വേണം. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു
ഞാൻ പറഞ്ഞായിരുന്നു അന്ന് പൊട്ടിയ കുപ്പി കൊണ്ട് ഞാൻ റെഡിയാക്കി എടുത്ത സംഭവമാണ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഇതിനകത്തായിട്ടോ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് വെക്കുന്നത്. പല ടൈപ്പ് ഓഫ് ബ്രഷുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് കടയിൽ പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡല് കാണിച്ചു തരാം. ഇത്രയും പെയിൻ്റൊക്കെയാണ്, ബ്രഷുകളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. തുടങ്ങാം. അപ്പം ഈ ഒരു കളറാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ആദ്യം മുഖത്താണ് കേട്ടോ അടിക്കുന്നത്. അതിനെന്താണെന്ന് വെച്ചാൽ മുഖത്തിന് അടിച്ചിട്ടാണ് ഞാൻ ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെ പെയിൻ്റ് അടിച്ച് തുടങ്ങുന്നത്. അപ്പം എന്തായാലും ഞാൻ എന്തായാലും പെയിൻ്റ് അടിച്ച് തുടങ്ങുകയാണ്. ഇതുണ്ടല്ലോ, ഭയങ്കര പരിതാപകരമായിരുന്നു കേട്ടോ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഒത്തിരി നേരത്തെ എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും എന്നാ പറയുന്നത്, ഇച്ചിരി പാട് പിടിച്ച പരിപാടിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി പെറുക്കിയെടുത്ത് പിന്നെ അത് കളർ ചെയ്ത് അല്ലേ, അങ്ങനെ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതെനിക്കിത് പെയിൻറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്കത് മനസ്സിലാവുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, മുഖത്തിന്, കൈക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് അടിക്കണം കളറിങ്. എന്തായാലും നമ്മൾ അതിനിട്ടുള്ള പരിപാടികളൊക്കെയാണ്. ഞാൻ എന്തായാലും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ആദ്യം കൈയും കാലും ഒക്കെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. കൈയും കാലും മുഖം താടി ഉൾപ്പെടെ ഈ ഒരു കളർ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കറുത്ത കളർ കൊടുക്കാറ്. കണ്ടല്ലോ. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് തലഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് വരാം. എനിക്ക് പറഞ്ഞുകൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് അതിനുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. പെയിൻറ്റ് അടിച്ചിട്ട് വരാവേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം കണ്ടല്ലോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, കളറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കളറുകൾ നമുക്ക് കൊടുക്കാവേ. ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് ഒരു ഷാഡോയാണ് കേട്ടോ. അപ്പോൾ നോക്കി, ഞാൻ വരയ്ക്കുകയും പോട്ടെ, ഞാൻ കളർ അടിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഒരു രൂപം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് എനിക്ക് വരയ്ക്കുക തന്നെ വരുന്നത്. കളർ അടിച്ച് നല്ല മനോഹരമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ യുദ്ധക്കളാണേ. പിന്നെ മാളുക്കുട്ടൻ കാണുന്ന വീഡിയോയും ഉണ്ട് കേട്ടോ. അവനിങ്ങനെ വന്ന് നോക്കുമായിരുന്നു എല്ലാവേ. അപ്പോൾ തന്നെ അവൻ്റെ മുഖത്തിലൂടെ തന്നെ, മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല കാര്യങ്ങളല്ലേ. തരാം എങ്ങനെയാണ് അതിരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. മാളുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെള്ളത്തിലൊക്കെ കിടന്ന് വെള്ളമൊക്കെ പൊങ്ങിയ സമയത്തുനിന്ന്. അപ്പോൾ ആ സമയം തൊട്ട് അവനത് കണ്ടുകൊണ്ടിരുന്നതാണ് അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാം പെയിൻ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര എന്നാ പറയുന്നത്, ഭയങ്കര അതിശയമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഞാൻ എല്ലാവരെയും പെറുപ്പറിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ചുമ്മാ എല്ലാവരെയും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് വെക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ പുൽക്കൂട്ടിനകത്ത് ഇവരെല്ലാം വെക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും ബാക്കി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ. ക്രിസ്മസ് ആയില്ലല്ലോ. അപ്പം ഇതിന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിച്ച് ദൂരെ കളയുന്നവർ ഒരു 10-200 രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നല്ല കളർ അടിച്ച് അക്രിലിക് പെയിൻ്റ് ഒരെണ്ണം മേടിച്ച് കളർ അടിച്ച് സെറ്റപ്പ് ആക്കാനുള്ളതേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.